വീണുകിട്ടിയ ഒരു പവൻ സ്വർണ്ണമാല യഥാർത്ഥ ഉടമയ്ക്ക് തിരികെ നൽകി ഓട്ടോ ഡ്രൈവർ നൂർ മുഹമ്മദ്. സത്യസന്ധതയ്ക്ക് നൂർ മുഹമ്മദിന് ചിറ്റൂർ പ്രതികരണ വേദിയുടെ ആദരം. ചിറ്റൂർ തത്തമംഗലം ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവർ നൂർ മുഹമ്മദ് റോഡിൽ സത്യസന്ധതയുടെ മികച്ച മാതൃകയായി. അദ്ദേഹത്തിന്റെ ഈ മാതൃകാപരമായ പ്രവർത്തനം മാനിച്ച് ചിറ്റൂർ പ്രതികരണ വേദിയുടെ പ്രതിമാസ എക്സിക്യൂട്ടീവ് യോഗത്തിൽ വെച്ച് ആദരിച്ചു. സംഘടനയുടെ പ്രസിഡന്റ് എ ശെൽവൻ ഷാൾ അണിയിച്ചാണ് അദ്ദേഹത്തെ ആദരിച്ചത്. സത്യസന്ധത ജീവിതത്തിലെന്നും ഒരു മാതൃകയായിട്ട് നിർമ്മിക്കും. നന്മകൾ മാത്രമുണ്ടാവും. കാരണം ആ ഒരു 1.25 ലക്ഷം രൂപ ഉള്ള ഒരു 1.25 ലക്ഷം രൂപ കൊണ്ട് നമ്മളൊന്നും ആവാൻ പോകുന്നില്ല. ഇന്ന് നമ്മളെ കിട്ടി നമ്മൾ ചെലവാക്കിയാൽ നാളത്തോടു കൂടി കഴിഞ്ഞു പോകും. പക്ഷെ ആ സാധനത്തിന് വേണ്ടി അവർ എന്തുമാത്രം കഷ്ടപ്പെട്ട ആൾക്കാരായിരിക്കും. അവരുടെ വേദനയാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ലാഭമില്ല. ഇത് നിന്ന് നമ്മളത് കൈ കിട്ടി നമ്മൾ അച്ഛന്മാർക്ക് പോയി കഴിഞ്ഞാൽ നാളെ എന്ത് ചെയ്യും? ഇതിന്റെ ഡബിളായിട്ട് നമ്മൾ കയ്യിൽ ചെലവായി പോകും. മറിച്ച് നമ്മൾ ഈ ചെയ്ത നന്മ നിങ്ങൾക്ക് സമൂഹത്തിൽ നിങ്ങളുടെ മാന്യത അല്ലെങ്കിൽ നിങ്ങളുടെ പേരും പ്രശസ്തിയും വർദ്ധിക്കുകയുടെ വളരെ ഇടയായിട്ടുണ്ട്. ഏതാണെങ്കിലും നിങ്ങളുടെ ചിറ്റൂർ പ്രതികരണ വേദി എന്ന സംഘടനയുടെ പേര് നിങ്ങളുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. യാത്രക്കാരുമായി പോകുന്നതിനിടെ റോഡിൽ നിന്നാണ് മാല കണ്ടെത്തിയത്. തുടർന്ന് സമീപവാസികളെ വിവരം അറിയിക്കുകയും പോലീസിൽ കൈമാറുമെന്ന് അറിയിക്കുകയും ചെയ്തു. പിന്നീട് പുതുനഗരം പോലീസ് സ്റ്റേഷനിൽ മാല ഏൽപ്പിച്ചു. മാല നഷ്ടപ്പെട്ട വിവരം അന്വേഷിച്ചെത്തിയ ഉടമകൾ നാട്ടുകാരുടെ നിർദ്ദേശപ്രകാരം പോലീസ് സ്റ്റേഷനിലെത്തി. പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ കാട്ടുതെരുവ് സ്വദേശിനിക്ക് നൂർ മുഹമ്മദ് മാല തിരികെ നൽകി. 9 മാസം മുമ്പ് നൂർ മുഹമ്മദിന്റെ ഭാര്യ അലിമ നടക്കാനിറങ്ങി വീട്ടിലെത്തിയപ്പോൾ 4.5 പവൻ സ്വർണം ചെയിൻ നഷ്ടപ്പെട്ടിരുന്നു. നിരവധി സ്ഥലങ്ങളിൽ അന്വേഷിച്ചിട്ടും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതുമായി ബന്ധപ്പെട്ട് ചിറ്റൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. അന്ന് എൻ്റെ ഭാര്യ അനുഭവിച്ച വേദന ഒരിക്കലും മറക്കാനാവില്ല. ഇപ്പോഴും ഭാര്യയ്ക്കൊരു മാല വാങ്ങാൻ പണം ശേഖരിച്ചു വരികയാണ്. അതിനിടയിലാണ് 1 പവൻ മാല കിട്ടിയത്. അന്നെൻ്റെ ഭാര്യ അനുഭവിച്ച വേദന ഈ മാലയുടെ ഉടമയും അനുഭവിക്കുന്നുണ്ടാവുമെന്ന തിരിച്ചറിവാണ് മാല യഥാർത്ഥ ഉടമയ്ക്ക് തിരിച്ചു നൽകാൻ പ്രചോദനമായതെന്ന് നൂർ മുഹമ്മദ് പറഞ്ഞു. യോഗത്തിൽ ചിറ്റൂർ പ്രതികരണ വേദി സെക്രട്ടറി എം മജേഷ് അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് എ ശെൽവൻ ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് സെക്രട്ടറി എസ് സഫീർ, വൈസ് പ്രസിഡന്റ് ആർ പ്രസാദ് എന്നിവർ പ്രസംഗിച്ചു. വൈസ് പ്രസിഡന്റ് വിനോദ് കുമാർ സി സ്വാഗതവും ഖജാൻജി ഷാജി ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.